ഇന്നത്തെ ഈ തുണിഞ്ഞിറക്കത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എക്സിൽ ശശി തരൂർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. റെബേക്ക കാറ്റ്സിന്റെ വീഡിയോ റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തരൂർ എക്സിൽ. ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക്. ഫൈറ്റ് പാഷനേറ്റ്ലി ഫോർ യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഇലക്ഷൻസ് വിത്ത് നോ റെട്രിക്കൽ ഹോൾഡ്സ് ബാർഡ്. But once it's over and the people have spoken, learn to cooperate with each other in the common interest of the nation you are both pledged to serve. I would love to see more of this in India and I am trying to do my part. ആ മൈ പാർട്ട് ആണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ശശി തരൂരിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് കോൺഗ്രസിന് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി. ആ പാർട്ട് എങ്ങനെയാണ് തരൂർ ഇനി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതിൽ നിന്ന് ശശി തരൂരിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം കോൺഗ്രസിലെ BJPയുടെ അംബാസഡറാണ് ശശി തരൂർ നിലവിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ അങ്ങനെയാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഒരു അംബാസഡറായി വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അത് ഏറ്റവും നന്നായി വിസിബിൾ ആയത് 2025-ലാണ്.